നമ്മൾ DC ജസ്റ്റിസ് ലീഗ് കണ്ടു. അല്ല, ചോദിച്ചു വാങ്ങിച്ച് കണ്ടു. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു മൂവി വേർത്താണ്. വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ ഹീറോ ക്രോസ് ഓവറാണ് ജസ്റ്റിസ് ലീഗ്. ഐ മീൻ സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ്. എന്നാൽ ഇനി എപ്പോഴാണ് അങ്ങനെ ഒരു ജസ്റ്റിസ് ലീഗ് മൂവി വരുന്നത്? ഈ ഒരു പോക്കാണെങ്കിൽ നമ്മുടെയൊക്കെ മക്കളായിരിക്കും അങ്ങനെ ഒരു മൂവിക്ക് വേണ്ടി കൂടുതലായിട്ടും വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അത് വരും, വരാണ്ടിരിക്കുകയൊന്നുമില്ല. DC യൂണിവേഴ്സിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ് ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ജസ്റ്റിസ് ലീഗ് എങ്ങനെയായിരിക്കുമെന്നോ ഏതൊക്കെ ഹീറോസ് അതിലുണ്ടാവുമെന്നോ അറിയില്ല. നിലവിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് സൂപ്പർമാൻ, ബാറ്റ്മാൻ, വണ്ടർ വുമൺ എന്നീ ക്യാരക്ടേഴ്സിനെയാണ്. ആക്ച്വലി വണ്ടർ വുമൻ്റെ കാര്യം എങ്ങനെയാണ്, എപ്പോൾ വരുമെന്നും നമുക്കറിയില്ല. ട്രിനിറ്റിയെ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വണ്ടർ വുമനെയും പരിഗണിക്കാം. നിലവിൽ പുതിയ DCUവിലുള്ള ഹീറോസ്, അതായത് സൂപ്പർമാൻ മൂവിയിൽ വരാൻ പോകുന്ന സൂപ്പർമാനെ കൂടാതെയുള്ള സൂപ്പർ ഹീറോസ്, അതിൽ എത്ര പേർ ജസ്റ്റിസ് ലീഗിൽ ഉണ്ടാവുമെന്നറിയില്ല. എങ്കിലും ഗ്രീൻ ലാൻറ്റേണൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഗൈ ഗാർഡനറിന് ഗ്രീൻ ലാൻറ്റേൺ ഉണ്ടാവുമെന്ന് ഡൗട്ടുണ്ട്. മോസ്റ്റ്ലി ഹാൽ ജോർദാനെയും ജോൺ സ്റ്റുവർട്ടിൻ്റെയൊക്കെ അപ്പിയറൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ബാക്കി ആരൊക്കെ വരുമെന്ന് കണ്ടു തന്നെ അറിയണം. റീസെൻ്റ് ആയിട്ട് ടീൻ ടൈറ്റൻസിന് ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ജസ്റ്റിസ് ലീഗിൻ്റെ ഒരു ഹിൻറ്റ് പോലും നമുക്ക് തന്നിട്ടില്ല. നിലവിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫുൾ പ്രൊജക്ട്സും അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ അത് അനൗൺസ് ചെയ്താൽ അതിലൊരു ജസ്റ്റിസ് ലീഗ് മൂവി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഒരു മൂവി വന്നാൽ എങ്ങനെയൊക്കെ അതിൻ്റെ സ്റ്റോറി കൊണ്ടുപോകാൻ പറ്റും, അതിനെക്കുറിച്ചൊരു തിയറി എല്ലാം വന്നിട്ടുണ്ട്. അതായത് കറന്റ് സിറ്റുവേഷൻ വെച്ചാണ് ഈ ഒരു തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. പോസിബിളി ഈ ഒരു മൂവിയിൽ ഫസ്റ്റ് ടീം അതോറിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹീറോസിനെയാണ് കാണിക്കാൻ പോകുന്നതെങ്കിലും അവർ ടീംമേറ്റ്സ് ആണോ എന്നറിയില്ല. ചിലപ്പോൾ JSA വെച്ച് ഒരു കഥ മുമ്പോട്ട് കൊണ്ടുപോയി ജസ്റ്റിസ് ലീഗ് ഫോം ആവുന്നത് കാണിക്കാനും ചാൻസ് ഉണ്ട്. JSA എന്ന ഈ ഒരു ടീം, അതായത് ജസ്റ്റിസ് സൊസൈറ്റി ഓഫ് അമേരിക്ക, ഈ ഒരു മൂവിയിൽ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മേ ബി മറ്റു ഹീറോസ് ജസ്റ്റ് ഒരുമിച്ച് നിന്ന് എല്ലാ പ്രശ്നത്തെയും എതിർത്ത് നിൽക്കുന്നതായിട്ടും കാണിക്കാം. ജെയിംസ് ഗൺ തൻ്റെ DCU സ്ലേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ദ അതോറിറ്റി. അതോറിറ്റി ഒരു സൂപ്പർ ഹീറോ ടീം തന്നെയാണ്. പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം. അതിനെന്തൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അവരതിൽ കേടല്ല. ഇമോഷൻസിന് മീതെ വയലൻസിനെ ചൂസ് ചെയ്തവരാണ് അവർ. ഈ ഒരു തിയറി പ്രകാരം ജെയിംസ് ഗൺ കിങ്ഡം സ്റ്റോറി ലൈൻ ഒന്ന് റിവേഴ്സായി കാണിക്കാൻ ചാൻസ് ഉണ്ട്. പുതിയ സൂപ്പർമാൻ മൂവിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ യൂണിവേഴ്സിൽ ഓൾറെഡി ഹീറോസ് ഉണ്ട്. അതായത് DC യൂണിവേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഈവൻറ്റിൽ പല സൂപ്പർ ഹീറോസും യുണൈറ്റ് ആവുന്നു. അതുപോലെ ഈ ഒരു മൂവി ഒരു സൂപ്പർമാൻ ഒറിജിൻ സ്റ്റോറി അല്ലെന്നും എന്നാൽ കുറച്ചുകൂടി യങ്ങായിട്ടുള്ള സൂപ്പർമാനെ കാണിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ ഈ ഒരു തിയറി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂവിക്ക് കിങ്ഡം സ്റ്റോറി ലൈനിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടാവുമെന്നാണ്. ആക്ച്വലി ഈ ഒരു കാര്യം നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ അന്ന് നമ്മൾ നോക്കിയത് കിങ്ഡം സ്റ്റോറി ലൈനായിട്ട് എങ്ങനെയൊക്കെ സൂപ്പർമാൻ്റെ സ്റ്റോറി ലൈൻ കണക്ഷൻ കൊണ്ടുവരാമെന്നായിരുന്നു. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. കാണാത്തവർ കണ്ടുനോക്കുക, വീഡിയോ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. കിങ്ഡം സ്റ്റോറി ലൈനിൽ നിന്നും ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സ്യൂട്ട് റിവ്യൂവിൽ നിന്നും ഒരു ക്ലാസിക്കൽ യെല്ലോ റെഡ് കളർ തന്നെയാണ് സ്യൂട്ടിന് കൊടുത്തിട്ടുള്ളത്. കിങ്ഡം സ്റ്റോറി ലൈനിൽ അത് റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. കൂടാതെ ആ ഒരു കഥയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ലീഗ് ടീം സ്വയം കൺട്രോൾ നഷ്ടപ്പെടുത്തി പെരുമാറുന്ന പുതിയ ജനറേഷൻസിലെ ഹീറോസിനെ തടയാൻ വീണ്ടും ആക്റ്റീവ് ആവുന്നതാണ്. അത് നേരെ തിരിച്ച് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അതോറിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അതോറിറ്റിയെ നമുക്കിവിടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ടീമായിട്ട് കാണാം. പ്ലാനറ്റിനെ രക്ഷിക്കുകയാണ് അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാലും അവർ തിരഞ്ഞെടുക്കുന്ന വഴിയും അതിനൊരു പ്രധാന പാർട്ടാവുന്നുണ്ട്. ഇവർ വളരെ റൂത്ത്ലെസ് ആണ്. കാലം കഴിയുന്തോറും അവർ വീണ്ടും വീണ്ടും വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. മേ ബി അവരായിരിക്കാം DCUവിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ടീമായി വരുന്നത്. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുന്നിടത്താവാം ജസ്റ്റിസ് ലീഗ് ഫോം ആവുന്നത്. ഈ ഒരു തിയറിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം DCUവിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ടീമിനൊരു വലിയ റോളുണ്ട്. കൂടാതെ അതോറിറ്റി ടീമിലെ എഞ്ചിനീയർ എന്ന ക്യാരക്ടർ സൂപ്പർമാൻ മൂവിയിൽ അപ്പിയറൻസ് നടത്തുന്നു. അതുമാത്രമല്ല ദ അതോറിറ്റി മൂവിയിൽ സൂപ്പർമാൻ്റെ അപ്പിയറൻസ് ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. സോ അതോറിറ്റി പുതിയ DCUവിൽ ഒരു ചെറിയ പ്രൊജക്റ്റോ ഈവൻറ്റോ ആയിരിക്കില്ല. പകരം അവർക്ക് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. പ്ലാനറ്റിനെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സൂപ്പർ ഹീറോ ടീമിൽ നിന്നും അവരെ ആൻറ്റി ഹീറോസ് ആക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ ഒരു വില്ലൻ ടീമായി കൊണ്ടുവന്ന് നിർത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവരൊരു വില്ലനാക്കി കാണിച്ച് പ്ലാനറ്റിന് തന്നെ അവർ ത്രെറ്റായി മാറുന്നതായി കാണിക്കാം. അങ്ങനെയല്ലെങ്കിൽ അവർക്ക് ഹീറോസിനോട് ശത്രുത വരുന്നതായി കാണിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണിക്കാം. അത് പ്ലാനറ്റിനൊരു വലിയ ആപത്തായി മാറുമ്പോൾ പ്ലാനറ്റിനെ സംരക്ഷിക്കാൻ പുതുതായി ഫോം ആകുന്ന ഒരു ടീമായിരിക്കാം ഇവിടെ ജസ്റ്റിസ് ലീഗ്. അതോറിറ്റി കാരണമാണ് ജസ്റ്റിസ് ലീഗ് ഫോം ആവുന്നതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഈ ഒരു തിയറിയെ കൂടുതലായി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അപ്പിയറൻസ് ആണ് സൂപ്പർമാനിലെ എഞ്ചിനീയർ എന്ന ക്യാരക്ടർ. ഈ ഒരു മൂവി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർമാനെയും ലൂയിസ് ലെയ്നെയും ആയിരിക്കും. നമ്മൾ കാണാൻ പോകുന്ന DCU യൂണിവേഴ്സ് ബിൽഡ് ആവാൻ പോകുന്നത് സൂപ്പർമാൻ മൂവി എങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അതായത് DCയുടെ ഭാവി ഇരിക്കുന്നത് സൂപ്പർമാൻ്റെ തോളിലാണ്. സൂപ്പർമാനെയും ലൂയിസ് ലെയ്നെയും കൂടാതെ ഗ്രീൻ ലാൻറ്റേൺ, ഹോഗ്ഗൾ, മെറ്റമോർഫോ, മിസ്റ്റർ ടെർഫിക് എന്നീ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാത്തിനുപരി ലെക്സ് ലൂഥർ സൂപ്പർമാൻ്റെ വില്ലനായി അപ്പിയറൻസ് നടത്തും. ഇവിടെ എഞ്ചിനീയർ സൂപ്പർമാൻ്റെ വില്ലനായി വരുമെന്നാണ് റൂമർ ഉള്ളത്. എഞ്ചിനീയറിനെ കൂടാതെ മറ്റു ടീംമേറ്റ്സും ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് നടത്തുമെന്ന് റൂമറുണ്ട്.
പുതിയ DC യൂണിവേഴ്സിൽ സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്തിട്ടായിരിക്കും ജസ്റ്റിസ് ലീഗ് പോലൊരു വലിയ ടീമിനെ ഫോം ചെയ്യിക്കുന്നത്. സാക്കിൻ്റെ സ്റ്റോറി ലൈനിൽ അതൊരു സീരീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റിസ് ലീഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊരു കുറവായിട്ട് പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മാർവൽ ചെയ്ത പോലെയായിരിക്കും ജെയിംസ് ഗൺ ഈ ഒരു ടീമിനെ കാണിക്കാൻ പോകുന്നത്. മാർവൽ അവരുടെ ഹീറോസിന് സോളോ മൂവി കൊടുത്താണ് ഡെബ്യൂട്ട് ചെയ്യിച്ചതും ടീമിനെ ഫോം ചെയ്യിച്ചതും. എന്നാൽ DC EUവിലേക്ക് വരുമ്പോൾ സോളോ ടൈറ്റിൽ കിട്ടിയ ഒരേ ഒരു ടീം മെമ്പർ സൂപ്പർമാൻ ആയിരുന്നു. ബാറ്റ്മാന് BVSൽ ഒരു നല്ല റോള് കിട്ടി. ഇതിനെ കൂടാതെ വണ്ടർ വുമനും ഒരു നല്ല റോൾ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ക്യാമിയോസിൽ നിന്നാണ് അപ്പിയറൻസ് നടത്തിയത്. എന്നാൽ ഇവിടെ ജെയിംസ് ഗൺ കൊണ്ടുവരാൻ പോകുന്നത് സ്റ്റോറി ബിൽഡിങ്ങിലൂടെ ആയിരിക്കും. DCയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് വേൾഡ് ബിൽഡിങ്ങിലായിരിക്കും. അതിലൂടെ നമുക്ക് അവിടുത്തെ ഗോതം സിറ്റി, മെട്രോപോളിസ് പോലെയുള്ള മറ്റു പല സിറ്റീസ് എല്ലാം എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റു ടീം മെമ്പേഴ്സിന് സോളോ പ്രൊജക്ട്സും ഉണ്ടാവും. നിലവിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ലീഗിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സിൽ സൂപ്പർമാൻ, ബാറ്റ്മാൻ, ഗ്രീൻ ലാന്റേൺ എന്നിവർക്കാണ് പ്രൊജക്ട്സ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റിസ് ലീഗ് ഫോം ആവാൻ നേരം മറ്റു ഹീറോസിൻ്റെ പ്രൊജക്ട്സ് കൂടി വരുമായിരിക്കാം. ഇവിടെ ഗ്രീൻ ലാന്റേണിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് ഗ്രീൻ ലാന്റേണിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ കഥ ഇറക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നിലവിൽ ഗ്രീൻ ലാന്റേൺ ഒരു സീരീസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഫുൾ എൻറ്റയർ കോപ്സിനെ തന്നെ അതിൽ കാണിക്കാനും ചാൻസ് ഉണ്ട്. അവരുടെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് എങ്ങനെയൊക്കെയാണെന്നായിരിക്കും ഈ ഒരു മൂവിയിൽ അല്ലെങ്കിൽ സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പോസിബിളി 1-2 ഗ്രീൻ ലാന്റേണിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു വലിയ ഈവൻറ്റ് നടക്കുമ്പോൾ എൻറ്റയർ ഗ്രീൻ ലാന്റേൺ കോപ്സ് പ്ലാനറ്റിനെ രക്ഷിക്കാൻ വരുന്ന പോലെയും കാണിച്ചേക്കാം. ഇനി വണ്ടർ വുമൻ, ഫ്ലാഷ്, മാർഷ്യൻ മാൻഹണ്ടർ, അക്വാമാൻ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെയാണ് വരാനുള്ളത്. നിലവിൽ ചാപ്റ്റർ 1 എല്ലാ പ്രൊജക്ട്സും അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്കുള്ള പ്രൊജക്ട്സൊക്കെ അതിലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർവൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മാർവലിൻ്റെ സ്റ്റോറി ലൈനോടോ അല്ലെങ്കിൽ ആ ഒരു സെയിം പോർട്രേഷനോടോ സിമിലറായി വരുന്ന ഒന്നും വരാതിരുന്നാൽ മതി. കാരണം ഫാൻസ് വെയിറ്റ് ചെയ്യുന്നത് DCയിൽ നിന്ന് വരുന്ന മാർവൽ മൂവീസ് കാണാൻ വേണ്ടിയിട്ടല്ല. അത് ജെയിംസ് ഗണ്ണിന് ഓർമ്മയുണ്ടായിരുന്നാൽ മതി. ഇവിടെ അതോറിറ്റിയും ജസ്റ്റിസ് ലീഗും മാത്രമായിരിക്കില്ല പുതിയ DCയുടെ ഭാഗമായി വരാൻ പോകുന്ന ടീമുകൾ. വേറെയും പല ടീമിനെയും നമുക്ക് DCയിൽ കാണാൻ പറ്റും. ക്രീച്ചർ കമാൻഡോസൊക്കെ എക്സാമ്പിളാണെന്ന് പറയാം. നിലവിൽ അതൊരു അനിമേറ്റഡ് സീരീസ് ആണെങ്കിലും ഈ ക്യാരക്ടേഴ്സ് ലൈവ് ആക്ഷനായി വരുമെന്ന് ജെയിംസ് ഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റീസെൻ്റ്ലി ആഡ് ആയ ഒരു ടീമാണ് ടീൻ ടൈറ്റൻസ്. അവർക്കും DCയുവിൽ സ്പേസ് ഉണ്ട്. സോ ഇതുപോലെ ഫ്യൂച്ചറിൽ ഇനിയും ടീംസ് വരും. ബ്രേവ് ആൻഡ് ദ ബോൾഡ്, റോബിനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു ബാറ്റ് ഫാമിലിയെ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പാരഡൈസ് ലോസ്റ്റിൽ ആമസോൺ സൊസൈറ്റിയെ എക്സ്പ്ലോർ ചെയ്യും. ഇതുപോലെ ഹീറോസിൻ്റെയും വില്ലൻസിൻ്റെയും ടീമിനെയൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റിസ് ലീഗ് കൊണ്ടുവന്നാൽ അതിനെ പിടിച്ച് വേറെയും സൂപ്പർ ഹീറോ ടീമിനെ കൊണ്ടുവരാം. അതിൽ ജസ്റ്റിസ് ലീഗ് ഡാർക്കൊക്കെ ഉൾപ്പെടുത്താം. ജസ്റ്റിസ് ലീഗ് ഡാർക്കൊക്കെ വെച്ച് കോൺസ്റ്റാന്റിനെ നിർത്തിയ ഒരു കഥ പറയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓൾറെഡി സ്വാമ്പ് തിങ് വരുന്നുണ്ട്. മേ ബി ആ ഒരു പ്രൊജക്റ്റിലൂടെ ജസ്റ്റിസ് ലീഗ് ഡാർക്കിന് ഒരു എൻട്രി കൊടുത്തേക്കാം. അത് ത്രൂ ഈ ഒരു മൂവിയൊക്കെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി യൂണിവേഴ്സ് ബിൽഡാവും. ഇനി ഏതൊക്കെ ടീം വന്നില്ലെങ്കിലും മോസ്റ്റ്ലി സൂയിസൈഡ് സ്ക്വാഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോസിബിളി അതിലൂടെ ഡെത്ത് സ്ട്രോക്കൊക്കെ അപ്പിയറൻസ് നടത്താനും ചാൻസ് ഉണ്ട്. റീസെൻ്റ് ആയിട്ട് ജെയിംസ് ഗൺ ഒരു ഫാനിന് കൊടുത്ത കോമെൻറ്റിൽ ഡെത്ത് സ്ട്രോക്കിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള പ്ലാനൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൂയിസൈഡ് സ്ക്വാഡിലൂടെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിലവിലെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് ഡെത്ത് സ്ട്രോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സൂയിസൈഡ് സ്ക്വാഡിനേക്കാൾ അടിപൊളിയായ ഒരു മൂവി ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ദ ബോൾഡ് ആണ്. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഫാൻസിൻ്റെ കാത്തിരിപ്പിന് ഇതൊരു അവസാനം കൂടിയായിരിക്കും. ഒരു ബാറ്റ്മാൻ പടത്തിൽ ഡെത്ത് സ്ട്രോക്കിനെ വില്ലനായി കാണുക എന്നത് ഏതൊരു ബാറ്റ്മാൻ ഫാൻ്റെയും അടങ്ങാത്ത ആഗ്രഹമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം എന്താണ് എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.